ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ മെക്സിക്കോയിൽ നിന്ന് തുടങ്ങാം. കാരണം മെക്സിക്കോ ആളിക്കത്തുകയാണ്. പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ മരുന്ന് മാഫിയകൾ, ഡ്രഗ് കാർട്ടൽസ്, അവരാണ് ഏറ്റവും കൂടുതൽ മെക്സിക്കോയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അമേരിക്ക പല കാലഘട്ടങ്ങളിലായിട്ട് ഈ മെക്സിക്കോയുടെ മേളിൽ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും മെക്സിക്കോയുടെ അവസ്ഥ എത്ര ഗുരുതരമാണ്, അത് ഏത് തരത്തിലാണ് അമേരിക്കയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ ഇന്ന് പുറത്ത് അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ വലിയ രീതിയിലുള്ള മതിൽ ചുവരുകൾ ഉയർത്തിക്കൊണ്ടുള്ള ബോർഡർ വേണമെന്ന് നിർബന്ധം പിടിച്ചത്? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. 2016 ഡൊണാൾഡ് ട്രംപ് വരുമ്പോഴത്തേക്കും അന്നത്തെ ഇലക്ഷനിൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന വിഷയമാണ് അമേരിക്കയിലേക്കുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ ഞാൻ തടയും, മെക്സിക്കൻ സൈഡിലുള്ള ബോർഡർ ഞാൻ അടച്ചു പൂട്ടും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും ട്രംപിനറിയാം ഇത് ട്രംപിൻ്റെ സെക്കൻഡ് ഫേസ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ ഇനി ട്രംപിനൊരു അവസരമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അമേരിക്കയുടെ ഉള്ളിൽ പോളിസിയെ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയല്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ട്രംപ് വിചാരിച്ചിരുന്നു, ട്രംപിന് ഒരുപാട് പിന്തുണ ലഭിച്ചിരുന്നു. ഇത്തവണ സെക്കൻഡ് ടേമിൽ വന്ന സമയത്ത് കോടതി വരെ പല കേസുകളെയും ഫ്ലെക്സിബിളാക്കി തള്ളിക്കളയാണ് ചെയ്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്തി മൂന്നാമതൊരിക്കൽ കൂടി മത്സരിച്ച് കളയാമെന്നുള്ള ആഗ്രഹം ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ എപ്സ്റ്റീൻ കേസും കോടതിയിൽ നിരന്തരം ഉണ്ടാകുന്ന തിരിച്ചടികളും ഇതെല്ലാം കൊണ്ട് ട്രംപ് തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആമുഖമായിട്ട് ട്രംപിൻ്റെ ഈ ഒരു വിഷൻ അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇന്നലെ മുതൽ മെക്സിക്കോയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഈ ആക്രമണം നടത്തുന്ന ആൾക്കാർ ഈ മരുന്ന് മാഫിയക്കാരാണ്, അതാണ് മനസ്സിലാക്കുന്നത്. ഡ്രഗ് കാർട്ടൽസ് അവരാണ് ഇത് നടത്തുന്നത്. മെക്സിക്കോയുടെ ഉള്ളിൽ കാലങ്ങളായിട്ട് ഈ മരുന്ന് മാഫിയയാണ് അവിടുത്തെ ഒരു ബദൽ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം, പെർമനന്റ് സർക്കാർ. അതായത് ഈ ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ, അപ്പോൾ ഈ അഥവാ ഇപ്പം ക്ലൗഡിയ ഷെയ്ൻബാവും അവരാണ് ഇപ്പോൾ നിലവിലെ മെക്സിക്കോയുടെ പ്രസിഡന്റ്. ഇലക്ഷൻ്റെ സമയത്ത് അവർ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. എന്നാലും ഈ മരുന്ന് മാഫിയകളെ ഞാൻ ഒഴിപ്പിക്കും എന്നുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അവരുടെ അടുത്ത് ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് മരുന്ന് മാഫിയകളെ ഞാൻ ഇല്ലാതാക്കാം, ഇല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. അവർ മനുഷ്യരാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് ഞാൻ ഇറങ്ങില്ല, പക്ഷേ മരുന്ന് മാഫിയകളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സകല സംവിധാനങ്ങളും ഞാൻ ഒരുക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് മാഫിയയുടെ ഏറ്റവും വലിയ ഒരു തലവൻ, അതായത് ഈ മരുന്ന് മാഫിയ സംഘടന എന്ന് പറയുന്നത് CJNB, ഈ സംഘടനയാണ് ഏറ്റവും വലിയ സംഘടനയാണ് മെക്സിക്കോയിൽ. ഇവരാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് കാർട്ടൽസ്, മയക്കമരുന്ന് കച്ചവടക്കാർ. ഇവർക്ക് വേറൊരു കച്ചവടം കൂടി ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇല്ലീഗലായിട്ട് ആൾക്കാരെ കയറ്റി വിടുന്ന പരിപാടി ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ അമേരിക്ക കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട്, ട്രംപിൻ്റെ ഗവൺമെൻറ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ആ പരിപാടി നടക്കുന്നില്ല. അപ്പോൾ അതിലൂടെ കുറച്ച് പൈസ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് 50 ലക്ഷമൊക്കെ മുടക്കി അമേരിക്കയിലോട്ട് പോകുന്നില്ലേ, അപ്പോൾ അതിൻ്റെ മേജർ പോർഷൻ പോകുന്നത് ഇവർക്കാണ്. അപ്പോൾ ഇവർ രണ്ട് തരത്തിലാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ ഇല്ലീഗൽ ബിസിനസ് എല്ലാം തടയണം എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ പണ്ട് തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ട്രംപ് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ബോർഡറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ട്രംപ് ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും അതേ നിലപാട് തന്നെയാണ് തുടരുന്നത്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് മെക്സിക്കോയിൽ നിന്നും ഒരു 3 ഡ്രോൺ അമേരിക്കൻ അതിർത്തി കടന്ന് അമേരിക്കയുടെ ഉള്ളിലേക്ക് വന്നത്, ടെക്സസിൻ്റെ ഉള്ളിലേക്ക് വന്നതായിട്ട് ഞാനൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇവരുടെ പണികളാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ CJNB എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ തലവൻ എൽമാൻചോ അല്ലെങ്കിൽ എൽമാൻകോ എന്ന് വിളിക്കുന്ന ഈ തലവൻ, ഈ ഇമേജിൽ കാണുന്ന വ്യക്തി, ഈ CJNB എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ, അമേരിക്ക ഏതാണ്ട് $15 മില്യൺ ഇവൻ്റെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. 15 മില്യൺ ആണ് മനസ്സിലാക്കേണ്ടത്. ഇവനെ ആരോ വധിച്ചു, അതാണ് സംഭവം. അപ്പോൾ ഈ ഇത്രയും വലിയ ഡ്രഗ് കാർട്ടലിൻ്റെ തലപ്പത്തിരിക്കുന്നവനെ വധിച്ച ഉടനെ തന്നെ ഈ ഡ്രഗ് കാർട്ടൽസ് എല്ലാം തന്നെ ഇളകി, കൂടോടെ ഇളകി മെക്സിക്കോ നഗരത്തിൽ ഉൾപ്പെടെ പല സിറ്റികളും അവർ ക്യാപ്ചർ ചെയ്ത് മെക്സിക്കോയിൽ പല നഗരങ്ങളും ഇന്നലെ മുതൽ നിന്ന് കത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇതിന് ഇപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റ റീസണേ ഉള്ളൂ. ഈ CJNB എന്ന് പറഞ്ഞ ഈ മരുന്ന് കടത്ത് സംഘടനയുടെ തലപ്പത്തിരുന്ന തലവനെ അമേരിക്ക ഏതാണ്ട് ഇവൻ്റെ തലയ്ക്ക് $15 മില്യൺ വില പറഞ്ഞിരുന്നത്. അവനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് മെക്സിക്കോയുടെ ഉള്ളിൽ ബദൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇവർ ഗവൺമെൻറ്റിനേക്കാളും ശക്തരാണ്. അത് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. ഞാൻ വെക്കുന്ന വീഡിയോകളിലുടനീളം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡ്രഗ് കാർട്ടൽസിൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന ആംഡ് വെഹിക്കിൾസ് ആണ്. അവരുടെ വെഹിക്കിളിൻ്റെ സ്ട്രെങ്ത് നോക്കൂ, അവരുടെ യൂണിഫോം നോക്കൂ, അവരുടെ ആംസ് നോക്കൂ. ഇതാണ് ഇവരുടെ സെറ്റപ്പ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഈ പൊതിമടക്കി വിൽക്കുന്ന നമ്മുടെ നാട്ടിലെ മരുന്ന് കച്ചവടക്കാരല്ലേ ഇത്. അതാണ് മനസ്സിലാക്കേണ്ടത്.
ഒരു ഹൈഫൈ. അപ്പോൾ ഇത്തരത്തിലുള്ള മാഫിയ സംഘടനകളാണ് മെക്സിക്കോ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്, അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മെക്സിക്കോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലൗഡിയ ഷെയ്ൻബോം അവർക്ക് ഇവരെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ദയനീയ അവസ്ഥ. ഇത് അമേരിക്കയ്ക്ക് വളരെ വളരെ ഡേഞ്ചറാണ്. ഈ മരുന്ന് കച്ചവട മാഫിയ അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ വെനസ്വേലയല്ല ക്യൂബയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. ട്രംപ് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ മെക്സിക്കോയാണ്. ഇപ്പം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളെ ആര് കൊന്നു, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഗവൺമെന്റ് പറയുന്നത് ഗവൺമെന്റ് ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മിലിറ്ററി പല സ്ഥലങ്ങളിലും ഇറങ്ങി ഈ മരുന്ന് മാഫിയ സംഘങ്ങളെ നേരിടുന്നുണ്ട്. അവർക്കെതിരെ തോക്കെടുത്ത് വെടിവെക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നേരിട്ട് പോയി സംസാരിക്കുക, കൂളായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ്, നിങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു പോകുന്നില്ല. ഇപ്പോഴും ഇവിടെ പകലായി, അവിടെ രാത്രിയായി. ഇന്നലെ പകലിലാണ് അവിടെ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പം നമുക്ക് രാത്രിയായിരുന്നു. രാത്രി ഉടനീളം ഞാൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് പകലായി, അപ്പോൾ അവിടെ നേരെ ഇരുട്ടി. എന്നിട്ട് രാത്രിയും അവിടെ പൊട്ടിത്തെറികൾ തുടരുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഏത് അവസ്ഥയിലെത്തും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മെക്സിക്കോയുടെ ഗവൺമെന്റ് തന്നെ താഴെ വീണേക്കാം. കാരണം ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നെഗോസിയേഷന് തയ്യാറാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും മെക്സിക്കോയുടെ അവസ്ഥ. ക്ലൗഡിയ ഷെയ്ൻബോമിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ട്രംപ് ഒരു ഓഡിയോ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിയോ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ക്ലൗഡിയ ഷെയ്ൻബോവുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ അങ്ങ് ലീക്ക് ചെയ്ത്. ഈ ട്രംപിന്റെ പ്രശ്നം ഇതാണ്, ഏതെങ്കിലും രാജ്യത്തിന്റെ നേതാക്കന്മാർ ട്രംപുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കീ ഇൻഫർമേഷൻസ് ഒക്കെ പുള്ളിക്കാരനെ ലീക്ക് ചെയ്യും. അങ്ങനെ ലീക്ക് ചെയ്യുന്ന വീഡിയോയിൽ ട്രംപിന് ഒരു ഡോമിനേഷൻ ഉണ്ടാവും. ഞാനാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്, എൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരിക്കും ആ ക്ലിപ്പ് പുറത്തു വരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ നിന്ന് ആരും ഫോൺ വിളിച്ച് ട്രംപിൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നത് വളരെ നല്ലത്. ഇല്ലെങ്കിൽ അതും പുള്ളിക്കാരൻ ലീക്ക് ചെയ്യും. പറ്റുന്നത് ഇപ്പോൾ ഈ ഓഡിയോയിൽ പറയുന്നത്, അതായത് ഈ മെക്സിക്കോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലൗഡിയ ഷെയ്ൻബോവും അതുപോലെ ട്രംപും തമ്മിൽ സംസാരിച്ചപ്പോൾ, ക്ലൗഡിയ നിങ്ങൾ ഈ ഡ്രഗ് കാർട്ടൽസിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ, നിങ്ങൾ എടുക്കുമോ അല്ലെങ്കിൽ ഞാൻ എടുക്കണോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ക്ലൗഡിയ ഷെയ്ൻബോം പറയുന്നത്, അയ്യോ നിങ്ങൾ ഒരു ഫോറിൻ നേഷൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് നടപടി എടുക്കുന്നതില്ല, ആസ് എ പ്രസിഡന്റ് എനിക്കത് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല, അതിനുള്ള നടപടി ഞാൻ എടുത്തോളാം എന്നാണ് അവർ പറഞ്ഞത്. ഈ ക്ലിപ്പാണ് ഇപ്പോൾ ട്രംപ് ലീക്ക് ചെയ്തിരിക്കുന്നത്. ഈ ക്ലിപ്പ് ഈ മരുന്ന് കച്ചവടക്കാരന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ അവസ്ഥ ഒന്നേ ഉള്ളൂ, അവർ ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധവും ഇതുപോലത്തെ പ്രക്ഷോഭങ്ങളും ഇതുപോലെ ആക്രമണങ്ങളുമായിട്ട് ഇറങ്ങും. അതാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ എൽ മാൻചോ എന്ന് പറഞ്ഞ ഈ മയക്കമരുന്ന് കച്ചവടക്കാരനെ തട്ടിയത് CIA എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു 80% റിപ്പോർട്ട് ഇപ്പം അങ്ങനെയാണ് പുറത്തു വരുന്നത്. CIA നൈസിന് ഇവനെ തട്ടി, കൃത്യമായിട്ട് ഇവനെ മോണിറ്റർ ചെയ്ത് ഇവനെ തട്ടി. എന്നിട്ട് മെക്സിക്കോയുടെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തലപ്പത്തുള്ള ഇവനെ തട്ടിയത് കൊണ്ട് മാത്രം മെക്സിക്കോയുടെ ഈ മരുന്ന് മാഫിയകളുടെ, ഈ മയക്കമരുന്ന് മാഫിയകളുടെ കച്ചവടം കംപ്ലീറ്റ് തീരുമോ എന്ന് ചോദിച്ചാൽ തീരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെച്ച വീഡിയോ ഒക്കെ കണ്ടില്ലേ, ഇത്തരത്തിൽ ഇവർ ഫുൾ സെറ്റപ്പാണ്. ഇവർ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇതിനെ അങ്ങനെ തകർക്കാനൊന്നും പറ്റത്തില്ല. ഇവർക്ക് ഗ്ലോബലി, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏഷ്യൻ സൈഡിൽ വരെ ഇവർക്ക് ലിങ്ക് ഉണ്ട്. മിഡിൽ ഈസ്റ്റ് എല്ലാ മേഖലകളിലും ഇവർക്ക് ലിങ്ക് ഉണ്ട്. ഇവർ ലോകത്ത് ആഗോളതരത്തിൽ ഈ മരുന്ന് മാഫിയകളെ നിയന്ത്രിക്കുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇവർ, ഹോൾസെയിലേഴ്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മെക്സിക്കോയുടെ ഗവൺമെന്റ് വേണമെങ്കിൽ തകരും, പക്ഷേ ഈ കാർട്ടൽസ് തകരില്ല, ഒരിക്കലും തകരില്ല. അതിനെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാനും കഴിയില്ല. ട്രംപ് മാത്രം വിചാരിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്കയുടെ ഉള്ളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഇവർക്ക് പോകുന്നത്. എനിക്ക് ഇത്ര ടൺ വേണം, എനിക്ക് ഇത്ര ടൺ ഇത്ര മയക്കമരുന്ന് വേണം, എനിക്ക് ഇത്ര കിലോ ഇത്ര മയക്കമരുന്ന് വേണം എന്നൊക്കെ അമേരിക്കയുടെ ഉള്ളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് മെക്സിക്കോയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഇത് ഓർഡർ ചെയ്ത് വരുത്തുന്ന ഇവരെ കണ്ടെത്താൻ അമേരിക്കയുടെ ഉള്ളിൽ ശക്തമായ രീതിയിലുള്ള സംവിധാനം വേണം. ആ സംവിധാനം ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ മരുന്ന് അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുന്നത് അവരെയാണ് ആദ്യം പൊക്കേണ്ടത്. ഇപ്പോൾ ഇവനെ തട്ടിയത് മോശമായി പോയി എന്നല്ല ഞാൻ പറയുന്നത്. ഇവനെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ മെക്സിക്കോയുടെ ഉള്ളിൽ അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് വധിക്കേണ്ടി വരും. ഇതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഈ മരുന്ന് ആരാണ് ഓർഡർ ചെയ്ത് വരുത്തുന്നത്? അതായത് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് നേരിട്ട് മെക്സിക്കോയ്ക്ക് ഓർഡർ പോകത്തില്ല. ഇത് വളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പല രാജ്യങ്ങൾക്കും പോകും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും കയറി വരുന്നത്. ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്ത് നടത്തുന്ന അമേരിക്കയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന അമേരിക്കൻസിനെയാണ് ട്രംപ് ആദ്യം ഗവനിക്കേണ്ടത്.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്, അർജൻറ്റായിട്ട് ചെയ്യേണ്ട വിഷയമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അമേരിക്കയുടെ യുവാക്കളെക്കുറിച്ചുള്ള സ്റ്റഡീസ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ വളരെയധികം അതിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫിലഡൽഫിയ പോലത്തെ നഗരങ്ങളിലൊക്കെ ഈ മരുന്ന് മാഫിയകളുടെ വിളയാട്ടം നല്ല രീതിയിലുണ്ട്. അവിടുത്തെ സമൂഹം തന്നെ നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ട്രംപ് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. CIA ആണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. എന്തായാലും ഒരു 2-3 ദിവസത്തേക്ക് മെക്സിക്കോയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ തുടരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് മെക്സിക്കോയുടെ അവസ്ഥ. മെക്സിക്കോ നിന്ന് കത്തുകയാണ്. അവിടെ ഒരു പെട്രോൾ പമ്പിലൊക്കെ ആൾക്കാരെ ഓടിച്ച് വിട്ടിട്ട് ആ പെട്രോൾ പമ്പ് കത്തിക്കുകയാണ്. അതുപോലെ വണ്ടി കണ്ടോ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വണ്ടി, അത് ആരുടെ വണ്ടിയാണെന്ന് പോലും നോക്കുന്നില്ല, തുരിതരാങ്ങ് വെടിവെക്കുകയാണ്. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വാഹനം നോക്കൂ, ഡ്രൈവർ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൻ സൈഡിൽ കൂടെ തോക്ക് വെച്ചിട്ട് എവിടെയൊക്കെയോ വെടിവെക്കുന്നു. തുരിതരാ വെടിവെച്ചുകൊണ്ട് പോവാണ്. അത് ആരുടെയെങ്കിലും മേളിൽ കൊള്ളട്ടെ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രസ്ട്രേഷൻ തീർക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവൃത്തി മെക്സിക്കോയുടെ ഉള്ളിൽ തുടരുന്നത്. വളരെ മൃഗീയമായ രീതിയിലാണ് ഈ മരുന്ന് മാഫിയകൾ ശരിക്കും മെക്സിക്കോയുടെ ഉള്ളിൽ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും CIA കളിയാണ്. CIA കൃത്യമായിട്ട് തട്ടേണ്ടവനെ തട്ടി. അതുകൊണ്ട് മെക്സിക്കോയുടെ ഉള്ളിൽ ഒരു കലാപം രൂപപ്പെട്ടിട്ടുണ്ട്. മരുന്ന് മാഫിയകൾക്കും ഗവൺമെന്റിനും ഇടയിലാണ് ഈ കലാപം രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും കാഴ്ചക്കാരായിട്ട് അമേരിക്കൻ ഭരണകൂടം ഇതിനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്നുള്ളത്. ഇതാണ് മെക്സിക്കോയുടെ ഇന്നത്തെ അവസ്ഥ. കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും. ഇനി എന്തായാലും ഡെവലപ്മെന്റ്സ് ഒബ്സർവ് ചെയ്യാം. കാര്യം എങ്ങനെയാണ് ക്ലൗഡിയ ഷെയ്ൻബാവും ഈ സിറ്റുവേഷനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപും അതേപോലെ കാനഡയിലെ മാർക്ക് കാർണിയൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്നലെ ഒരു മാസീവ് ഓപ്പറേഷൻ. ഈ മാസീവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയ്ഫുള്ള എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഇവനെ തപ്പിയാണ് ജയ്ഷെ മുഹമ്മദിൻ്റെ കടുത്ത അനുയായിയും അതിലെ നേതൃത്വ നിരയിലുള്ള ഒരു പ്രവർത്തകനുമാണ്. ഇവൻ ജമ്മു ആൻഡ് കശ്മീരിൽ കിച്ച്വാർ റീജിയനിൽ ഉധംപൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസം ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതേപോലെ CRPF, JNK പോലീസ്, ഇവർ മൂന്നും കൂടി ഒരുമിച്ച് അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. അങ്ങനെ അവസാനം ഇന്നലെ ഇവനെ കണ്ടെത്തി. ഇവനെ മാത്രമല്ല, ഇവനോടൊപ്പം 2 കൂട്ടാളികളെയും കണ്ടെത്തി. അങ്ങനെ 3 പേരെയും തീർത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒളിച്ച് താമസിച്ചിരുന്ന വീട് കൃത്യമായിട്ട് കണ്ടെത്തി. ആ അക്കോമഡേഷനിൽ ഇന്ത്യ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തി. ആ വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത്ര ഡീപ്പ് ലെവലിലുള്ള വളരെ പരുക്കൻ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ സ്ഥലത്താണ് നമ്മളുടെ ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ നമ്മുടെ CRPF ഇവരൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പലരും അവരവരുടെ വിശ്വാസത്തിന് ഒത്ത ധാരണകൾ മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ശരി എന്ന് ധരിച്ചുകൊണ്ട് മറ്റുള്ള ഇതര മതവിശ്വാസികളെ ഇത്തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരവർക്ക് സ്വർഗരാജ്യം നേടാമെന്നുള്ള രീതിയിലൊക്കെ വന്ന് തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരന്മാരെ, അതായത് അവർ നന്മയുടെ പ്രതീകം, മറ്റുള്ളവരെല്ലാം മോശപ്പെട്ട വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്നെങ്കിൽ അവർ നന്മയിലേക്ക് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കണം. അങ്ങനെ ലോകം മൊത്തം ഇവർ വിശ്വസിക്കുന്ന നന്മയുടെ പ്രതീകമായി എല്ലാവരും മാറണം. ഇതാണ് ഇവരുടെ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അഹോരാത്രം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആയുധങ്ങളായിട്ട് സ്വയം വെപ്പണൈസ് ചെയ്ത് അവരവരുടെ ജീവൻ തന്നെ ത്യജിച്ചുകൊണ്ട് വന്ന് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു. ഈ സെയ്ഫുള്ളയ്ക്ക് ഒരു പ്രശ്നമില്ല, അവൻ്റെ തലച്ചോറിനാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും അത് പരിഹരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമി. വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിന് ശേഷം ഇവനും ഇവൻ്റെ കൂട്ടാളികളും കത്തിക്കരിഞ്ഞ് കിടക്കുന്ന രംഗം നമ്മുടെ ഇന്ത്യൻ ആർമി എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനതിവിടെ കാണിക്കുന്നില്ല. എന്തായാലും ഇതാണ് അവസ്ഥ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് വേണ്ടിയിട്ടായിരുന്നു തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഫൈനലി ആ ഓപ്പറേഷൻ സക്സസ് ആയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ബി ഹാപ്പി. അഫ്ഗാനിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്, ഏത് നേരത്ത് വേണമെങ്കിലും ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളൊരു താക്കീത് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. സൈഫുള്ള ഹക്കാൻ ആണ് അഫ്ഗാനിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ. അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിക്കലും അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന് കൊടുക്കേണ്ട പണി കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവർ നിരന്തരം ഞങ്ങൾക്ക് മേളിൽ ഇതേപോലെ എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഇനി അത് ഡൈജസ്റ്റ് ചെയ്യാൻ വയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റമദാൻ നോമ്പ് സമയത്തും ഞങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയ്ക്ക് സഹികെട്ട് പൊറുതി മുട്ടിയിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. ക്യൂബയുടെ അവസ്ഥ ദയനീയ അവസ്ഥയാണ്.
അത് എനർജി ഒന്നും തന്നെ ഇല്ലാതെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ക്യൂബയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും അവിടുത്തെ അവസ്ഥ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ നിയന്ത്രണങ്ങൾക്കൊക്കെ ഒന്ന് വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. വല്ലാത്ത അവസ്ഥയിൽ ദുരന്തമായി മുന്നോട്ട് പോകുന്നു ക്യൂബയുടെ അവസ്ഥ. ഇന്നത് അടുത്ത ടാർഗറ്റ് കൊളംബിയ എന്നാണ്. കൊളംബിയയിലേക്ക് ട്രംപ് ഇതേപോലെ CIA വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയും ഇതേപോലെ മരുന്ന് മാഫിയകളുണ്ട്. അത് CIA ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത് ട്രംപിനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അത് വെനിസുലയുടെ നിലവിലെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഡെൽസി റോഡ്രിഗസ്, ഇവർ കൊളംബിയയുമായിട്ട് ഒരു ഓയിൽ റിഫൈനറി ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് കൊളംബിയയ്ക്ക് വെനിസുലയിൽ നിന്നും എണ്ണ റിഫൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കൊളംബിയ വെനിസുലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിഫൈനറിയിൽ ഓയിൽ റിഫൈൻ ചെയ്യാനുള്ള എഗ്രിമെന്റ് ഇവർ തമ്മിൽ സൈൻ ചെയ്തിരിക്കുകയാണ്, കൊളംബിയയും വെനിസുലയും തമ്മിൽ. ഇത് അമേരിക്ക അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ നമുക്കറിയില്ല. കാരണം നിലവിലെ വെനിസുലയുടെ പ്രസിഡന്റ് ട്രംപാണ്, വൈറ്റ് ഹൗസ് ആണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് തന്നെ പറഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ ട്രംപിന്റെ സ്പോക്സ് പേഴ്സണായിട്ട് പ്രവർത്തിക്കുന്ന ഡെൽസി റോഡ്രിഗസ് കൊളംബിയയുമായിട്ട് ഇങ്ങനെ ഒരു ഡീൽ സൈൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അമേരിക്കയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി, ട്രംപിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും പ്രതികരണം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 2 ആഴ്ചയ്ക്ക് മുമ്പ് കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്റ്റാവോ പെട്രോ വൈറ്റ് ഹൗസ് സന്ദർശിച്ച് ട്രംപിനെ കണ്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.